നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ കരയാതിരാ പൊന്നെ, അമ്മ വരുവാ. ഇതെന്ത് അത്ഭുതം! ഞാൻ പറഞ്ഞത് ഇത്രയും ദൂരെ കിടന്ന് എന്റെ കുഞ്ഞ് കേട്ടോ. എന്താടി കാണിക്കുന്നേ? നിനക്കെന്താ കണ്ണില്ലേ? ഞാൻ എന്റെ കുഞ്ഞിന് പാല് കൊടുക്കുക. നിന്റെ കുഞ്ഞോ? ഇങ്ങോട്ട് തടി എന്റെ കുഞ്ഞിനെ. ഇങ്ങോട്ട് തരാൻ, ഇങ്ങോട്ട് തരാൻ. ഇതെന്റെ കുഞ്ഞാ, ഞാനാ ഇതിന്റെ അമ്മ. ഇതെന്റെ ജീവനാ. കൊല്ലാനുള്ള സമയം കിട്ടാഞ്ഞിട്ട് നീ ജീവനോട് വിട്ടിട്ട് പോയതാ ഇതിനെ. ദൈവമാ ഇതിനെ എടുത്ത് എന്റെ തന്നത്. ഇതിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ പ്രസവിച്ച കുഞ്ഞാ ഇത്. ഞാൻ ഇതിന് പാല് കൊടുക്കും. ഒരിക്കൽ നീ കൊടുത്ത പാല് കുടിച്ചിട്ട് ഹോസ്പിറ്റലിലായതേ കുഞ്ഞ്. നിന്റെ ശരീരം മുഴുവൻ വിഷമാ. അതെന്റെ കുഞ്ഞിന് കൊടുക്കരുത്. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. എന്ത് ന്യായത്തിലടി നീ കുഞ്ഞിനെ ചോദിക്കുന്നേ? കല്യാണ മണ്ഡപത്തിന്റെ ഏതോ ഒരു മൂലയില് നീ എറിഞ്ഞിട്ട് പോയതാ ഈ കുഞ്ഞിനെ. ഇപ്പൊ അവള് കുഞ്ഞിനെ ചോദിക്കുന്നു. ഞാൻ തരില്ല. എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ തിരിച്ചു പിടിക്കും. അതെനിക്ക് മനസ്സിലായി. അതാ നീ ഈ ഡ്രാമ കളിച്ച് എന്റെ ACP പറ്റിച്ച് ഇതിനകത്ത് കയറിയിരിക്കുന്നെ. നീ എന്തൊക്കെ തിരിച്ചു പിടിച്ചാലും ദേ ഈ കുഞ്ഞിനെ ഞാൻ തരില്ല. നീ കരുതുന്ന പോലെ അത്ര പാവമൊന്നുമല്ല ഈ മൈഥിലി. നീ പാവമാണെന്ന് ആര് പറഞ്ഞു? എന്തെല്ലാം വേഷകെട്ട് ഇറക്കിയിട്ടാ നീ ആ വൈശാഖുമായിട്ട് ഒളിച്ചോടിയത്. നാട്ടിലുള്ള ഊടുവഴികളിലൂടെ എല്ലാം അവന് നീയും കൂടെ ഓടി. ഏതെല്ലാം മനുഷ്യരെ പറ്റിക്കാവോ അവരെയൊക്കെ പറ്റിച്ചു. ഒടുവിൽ ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോ ഇതിനകത്ത് തന്നെ അടിഞ്ഞേക്കാന്ന് നീ കരുതി. പക്ഷേ നിന്റെ പ്ലാനുകളൊന്നും ഇതിനകത്ത് വർക്ക്ഔട്ട് ആവില്ല. നീ എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ. അങ്ങനെ വെറും കൈയോടെ മടങ്ങി പോവാനല്ലടി ഞാൻ ഇതിനകത്തേക്ക് വന്ന് കയറിയിരിക്കുന്നത്. തെറ്റുകളൊക്കെ ആർക്കും പറ്റും. എനിക്കൊരു തെറ്റ് പറ്റിക്കാണും. അത് ക്ഷമിക്കാനും സഹിക്കാനും വലിയ മനസ്സുള്ള ആളാ എന്റെ കാർത്തി. അതാ ഞാൻ പറഞ്ഞത്, കൈവിട്ടു പോയതെല്ലാം ഈ മൈഥിലി തിരികെ എടുത്തിരിക്കും. നിക്കടെ അവിടെ. എന്റെ വീട്ടിൽ കയറി താമസിച്ച് ഞങ്ങള് തരുന്ന ഭക്ഷണവും കഴിച്ച് എന്നെ വെല്ലുവിളിച്ചാലേ നീ ചെന്നെത്തുന്നത് എവിടെയാണെന്ന് പോലും നിനക്ക് അറിവുണ്ടാവില്ല. ഇറങ്ങടി മുറിക്ക് പുറത്ത്. കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി പറയൂ ACP. ഒരു സ്ത്രീ നടത്തിയിരുന്ന അനാശാസ്യ കേന്ദ്രത്തിൽ നിന്ന് അവളുടെ ഭർത്താവിനെ നമ്മുടെ ടീം പിടികൂടി. എന്നിട്ട് ഞാൻ അവളെ വിളിക്കാം. ഇനിയെല്ലാം അവള് പറയട്ടെ. വിളിക്കട്ടെ സർ? വിളിക്കൂ. മൈഥിലി, മൈഥിലി.
വരൂ. ബൈബിളിൽ 52 സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്: വഞ്ചന പ്രയോഗിക്കുന്നവരെ നിന്റെ നാവ് നാശം ആസൂത്രണം ചെയ്യുന്നു. ദൈവഹിതത്തിനല്ലാത്തത് ആര് ചെയ്താലും ദൈവം പിറകെ നടന്നവരെ പിടികൂടും, ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. എന്തുപറ്റി? നടന്നതൊക്കെ തുറന്നു പറയൂ, മടിക്കണ്ട. ഞാൻ വിശ്വസിച്ചവൻ ആ, നിങ്ങളെ ചതിച്ചു. ACP പറഞ്ഞു. ബാക്കി കേൾക്കട്ടെ. നിങ്ങളോട് ഒരു പ്രതികാരവും കാട്ടാതെ വളരെ മാന്യമായി നിങ്ങൾക്ക് അഭയം തന്ന വലിയ മനുഷ്യനാണ് മിസ്റ്റർ കാർത്തിക്. ഇയാൾ കാണിച്ച ഈ കാരുണ്യത്തിനും സ്നേഹത്തിനും പകരമായി നിങ്ങൾ എന്താണ് ഇയാൾക്ക് ചെയ്തു കൊടുക്കുക? കാർത്തി ആവശ്യപ്പെടുന്ന എന്തും ഞാൻ സമ്മതിക്കും സർ. ആർ യു ഷുവർ? ഷുവർ സർ. എങ്കിൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ വേണ്ടത് പരസ്പര സമ്മതത്തോടെയുള്ള ഒരു വിവാഹമോചനമാണ്. എന്തു പറയുന്നു? എനിക്ക് സമ്മതമാണ് സർ. വെരി ഗുഡ്. ഇതാണ് ആരോഗ്യപരമായ തീരുമാനം. മിസ്റ്റർ കാർത്തികിന് ഇപ്പോൾ ഭാര്യയുണ്ട്, മീനാക്ഷി. അവരുടെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ വഴിമാറി കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതിന് മൈഥിലിക്ക് സമ്മതമല്ലേ? എനിക്ക് 100 വട്ടം സമ്മതമാണ് സർ. കാരണം കാർത്തിക് അത്രയ്ക്ക് നല്ല മനുഷ്യന്. എനിക്ക് മൈഥിലിയോട് ഇപ്പൊ വളരെ ബഹുമാനം തോന്നുന്നു. ഇങ്ങനെ വേണം സ്ത്രീകൾ. ഇനി അങ്ങോട്ട് കാർത്തിക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും. മിസ്റ്റർ കാർത്തിക്, ഫാമിലി കോർട്ടിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ജോയിന്റ് പെറ്റീഷൻ കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടും. താങ്ക് യു സർ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ സർ. ഓക്കെ. താങ്ക് യു സർ. ആ, മൈഥിലി വാ. ഡിമാൻഡുകളൊക്കെ ഞാൻ അംഗീകരിച്ചു. പക്ഷെ മീനാക്ഷി കാർത്തിക്കിന്റെ കൂടെ സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.